എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ അന്നേരം മുല്ലപ്പൂ ഒക്കെ ആണെങ്കിൽ തല ചൂടാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാട് പേര് കാണുമല്ലോ. ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരത്തില്ല, നമുക്ക് സമയത്തിന് മേടിക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന മുല്ലപ്പൂവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. റെസിപ്പി ഈ ഫുഡ് ബ്ലോഗ് ചെയ്ത് റെസിപ്പി എന്നൊക്കെയാണ് ഇപ്പോൾ വായിൽ വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ മാറിപ്പോകുന്നത് കേട്ടോ. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് കുറേ പൂക്കൾ എന്തെങ്കിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനെ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കുക. വീണ്ടും അതിനെ ഒരു പ്രാവശ്യം കൂടെ മടക്കിയെടുക്കുക. അതിനെ വീണ്ടും മടക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു എത്ര മടക്കായി? 3 മടക്ക്. അടുത്ത് ഒരു മടക്കൂടെ മടക്കണം. 4 മടക്കായിട്ട് ഇങ്ങനെ ചെറിയ ഒരു വീതി അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ മടക്കി എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഇനി അതിനെ വീണ്ടും മടക്കും. അപ്പോൾ നിങ്ങളിത് വീഡിയോ ശ്രദ്ധിച്ചിരുന്ന് കാണുക. ഇത് കാണുമ്പോൾ ഓർക്കും ഈ ഇത്ര വലിയ പണിയാണോ എന്ന്. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ഇതൊന്ന് റെഡിയാക്കി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്ര എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ അതെടുക്കുന്നതായിരിക്കും നല്ലത്. തീരെ കട്ടി കുറഞ്ഞ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള ഒരു ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഈ രീതിയിൽ മടക്കിയെടുത്തിട്ട് ഒരു പെൻസിലും കൊണ്ടോ പേന കൊണ്ടോ 2 സൈഡും ഒരു കേർവ് പോലെ ഇങ്ങനെ ഒന്ന് വരയിടുക. അത് നമുക്ക് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് 2 സൈഡും അതുപോലെ തന്നെ മുറിച്ചെടുക്കുക. അപ്പോൾ ഇത് മടക്കി വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് ഇതുപോലെ ആണെങ്കിൽ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ അത് ഇതുണ്ട് കണ്ട് ഇങ്ങനെ ഓരോ പീസുകളായിട്ട് വരും. അത് നമ്മളാണെങ്കിൽ ഫുള്ളാണെങ്കിൽ അത് നിവർത്തിയെടുക്കണം. നിവർത്തിയെടുത്ത് കഴിഞ്ഞിട്ട് കണ്ടു ഇപ്പോൾ ആണെങ്കിൽ കുറേ ഇപ്പം ഇതുണ്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതുണ്ട് ഇത്രയും പീസായിട്ട് നമുക്ക് കിട്ടും. ഇതിനെ വീണ്ടും നമുക്ക് പൂക്കൾ ഉണ്ടാക്കാൻ പരുവത്തിന് മുറിച്ചെടുക്കണം. നമ്മുടെ ഒരു 2 വിരൽ നമ്മളുടെ ഇങ്ങനെ ആ ഒരു വീതിയിൽ വെക്കുന്ന പരുവത്തിനുള്ള ഒരു വലിപ്പത്തിൽ വേണം അത് മുറിച്ചെടുക്കാൻ. ഈ ഒരു രീതിയിൽ വേണം, ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മളത് മുറിച്ചെടുക്കാൻ. അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അത് കാരണം കൊണ്ടാണ് പറഞ്ഞത് നമുക്ക് കുറച്ചാണെങ്കിൽ കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ മുല്ലപ്പൂ ഞെട്ടിന് ഒരു പച്ച കളറല്ലേ. അപ്പോൾ പച്ച കളർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കളറിൻ്റെ ആ ഒരു നമ്മളിങ്ങനെ കുറച്ച് വെള്ളത്തിൽ ആക്കിയിട്ടാണ് നമ്മളിതിങ്ങനെ അങ്ങനെ കളറാക്കുന്നത്. ആ സമയത്ത് തീരെ കട്ടി കുറഞ്ഞ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അത് പെട്ടെന്ന് മുറിഞ്ഞു പോകും. അപ്പോൾ അതിന് കൂടിയാണ് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മുറിച്ചാണെങ്കിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത പൂക്കൾ റെഡിയാക്കുന്നതെന്ന് കാണാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയെടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു കളറ് ചേർത്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ പച്ച കളറായിരുന്നു. കുറച്ച് വെള്ളം കൂടെ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടോ ഈ ഒരു കുറച്ച് ലൈറ്റ് പച്ച പോലൊരു ബ്ലൂയിഷ് പോലെ തോന്നുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഡാർക്ക് പച്ച പോലെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. നിങ്ങൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം നിങ്ങളുടെ ആണെങ്കിൽ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഇന്നയാളിങ്ങനെ മെസ്സേജ് അയച്ചു, ഇന്നയാളിങ്ങനെ അയച്ചു, അതൊക്കെ കേട്ട് വായിച്ചൊക്കെ കഴിയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ വീണ്ടും നല്ല നല്ല കമൻറ്റുകളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
നല്ല നല്ല കമൻറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതും പറഞ്ഞു തരുന്നത് നല്ല എനിക്കിഷ്ടമുള്ള കാര്യമാണ്. കാരണം അങ്ങനെ നമ്മൾ പോരായ്മകൾ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മളത് തിരുത്തുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ രീതിയിലുള്ള നല്ല കമൻറ്റുകളും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മുല്ലപ്പൂ ദണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വേണ്ട ഇതുപോലെ കുറച്ച് ഞങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പറയുകയാണ്, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചിലപ്പോൾ നമ്മൾ മറന്നു പോകുമായിരിക്കും ലൈക്കൊക്കെ ചെയ്യാൻ വേണ്ടി. വീഡിയോ കണ്ട് ആസ്വദിച്ചങ്ങ് പോവും, പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. പിന്നീട് ലൈക്ക് ചെയ്യുമ്പോഴത്തേനും അതാണെങ്കിൽ ആഡാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് മറക്കരുത്, ഇപ്പം തന്നെ അങ്ങ് ലൈക്ക് ചെയ്തോളൂ. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തൊരു കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ പൂക്കളെടുത്തിട്ട് നമ്മൾ മുല്ലമുട്ടൊക്കെ ആണെങ്കിൽ പിന്നെ വാഴനാരിൽ ഇങ്ങനെ നമ്മൾ കെട്ടത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ കെട്ടിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആണെങ്കിൽ മോള് പറഞ്ഞു നമുക്കാണെങ്കിൽ സൂചി നൂലും എടുത്തിട്ട് അങ്ങനെ കോർത്ത് കെട്ടാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പക്ഷേ ഇങ്ങനെ കെട്ടിയതിനെക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് സൂചി നൂലിങ്ങനെ കോർത്ത് എടുത്തപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി തോന്നി. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂചി നൂലിലാണെങ്കിൽ ബാക്കിയുള്ളതിങ്ങനെ കോർത്തെടുത്തു. അപ്പം ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഒരു 3 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണ് റെഡിയാക്കിയത് തന്നെ. നമ്മൾ ഇതുപോലെ സൂചിയിൽ കോർത്ത് ആയതുകൊണ്ട് ഇത്ര നീളമാണ് നമുക്ക് കിട്ടിയത്. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഗ്യാപ്പിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ അടുപ്പിച്ചെടുത്തത് കാരണം കൊണ്ടാണ് ഇത്ര നീളം കണ്ടത്. കാരണം ഈ ഒരു നീളത്തിൻ്റെ ആവശ്യമുള്ളൂ. അവളുടെ മുടിയിൽ വെക്കാനായിരുന്നു. അപ്പോൾ അവൾക്ക് കറക്റ്റ് പിന്നെ മുടിയിൽ കുത്തി വെക്കുമ്പോൾ കറക്റ്റ് നീളത്തിന് കിടക്കുന്ന പരുവത്തിനാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ആണെങ്കിൽ നീളം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കോർക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തേച്ചാൽ മതി. അപ്പം കേട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും ഞാൻ പറഞ്ഞത് കൊണ്ട് ഇത് എപ്പോഴും എന്തിനാ പറയുന്നത് നിങ്ങൾ ദേഷ്യപ്പെടാൻ നിൽക്കരുതേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.